50 കൊല്ലങ്ങൾക്ക് മുന്നേ കോയമ്പത്തൂരിൽ ദാസേട്ടൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ നാട്ടിൽ നിന്നും ദാസേട്ടൻ കോയമ്പത്തൂരിൽ ചെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോൾ കേരളത്തിനും നമ്മുടെ ഒറ്റപ്പാലത്തിനും നമ്മുടെ വാണിയംകുളത്തിനുമെല്ലാം പേരും പെരുമയും ഉണ്ടാകുന്ന വിധത്തിൽ പുതിയ ജനറേഷന് മുഴുവൻ അഭിമാനമാകുന്ന വിധത്തിൽ അവരെയെല്ലാം പുതിയ തലങ്ങളിലേക്ക് മാറ്റുന്ന വിധത്തിലുള്ള നെഹ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോയമ്പത്തൂർ ആരംഭിച്ച് ഇന്ന് അത് വളർന്ന് പന്തലിച്ച് നമുക്കെല്ലാവർക്കും അഭിമാനത്തക്ക രീതിയിലുള്ള 50ലധികം സ്ഥാപനങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള കേരളത്തിന് തന്നെ അഭിമാനിക്കത്തക്ക സ്ഥാപനമായി നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാറിക്കഴിഞ്ഞു. ദാസേട്ടൻ നമുക്കെല്ലാവർക്കും കാണിച്ചു തന്ന പാത അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ മകൻ, നമുക്കെല്ലാവർക്കും ഇന്ന് അഭിമാനമായി മാറിയ നമ്മുടെ കൃഷ്ണദാസിൻ്റെ അനുജൻ, എൻ്റെ സുഹൃത്ത് ശ്രീ കൃഷ്ണകുമാർ, അതുപോലെ തന്നെ തുളസിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം ശ്രീ ഡോക്ടർ കൃഷ്ണകുമാറും എല്ലാം ചേർന്ന് ഇന്ന് കേരളത്തിലെയും കോയമ്പത്തൂരിലെയും തമിഴ്നാട്ടിലെയും ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ദാസേട്ടൻ്റെ വലിയ ഒരു സ്വപ്നമായിരുന്നു നമ്മുടെ നാട്ടിൽ, ദാസേട്ടൻ്റെ നാട്ടിൽ, നമ്മുടെയെല്ലാം നാട്ടിൽ വാണിയംകുളത്തുകൂടി ബാക്കിയുള്ള പണ്ടെല്ലാം ആതുര സേവന രംഗത്തെ ഏതെങ്കിലും വിധത്തിലുള്ള സേവനങ്ങൾ ആവശ്യമാകുമ്പോൾ ടൗണുകളിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് മാറ്റിയെടുത്തുകൊണ്ട് വാണിയംകുളം പോലുള്ള ഗ്രാമപ്രദേശത്തേക്ക് ദാസേട്ടൻ്റെ നാട്ടിലുള്ള മുഴുവൻ പേർക്കും ആതുര സേവനം എത്തിക്കുന്ന വിധത്തിലുള്ള ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ തുടങ്ങണമെന്ന ദാസേട്ടൻ്റെ സ്വപ്നത്തിൻ്റെ ഫലമായാണ് വാണിയംകുളത്ത് PK ദാസ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജായി ആരംഭിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. അങ്ങനെ വാണിയംകുളത്തൊരു മെഡിക്കൽ കോളേജ് ആരംഭിക്കുകയും അത് പൂർണ്ണ രൂപത്തിൽ എത്തുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് നമ്മളെയെല്ലാം വിട്ടു പിരിയേണ്ടി വന്നു. എന്നാൽ ദാസേട്ടൻ കാണിച്ചു കൊടുത്ത അതേ മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ശ്രീ കൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിൽ PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജായി ഒരൊറ്റ വർഷം തന്നെ 200-ൽ കൂടുതൽ ഡോക്ടർമാരെ വാർത്തെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥാപനമായി മാറ്റുന്നതിന് കൃഷ്ണദാസിൻ്റെ കുടുംബാംഗങ്ങൾക്കും കഴിഞ്ഞു. അദ്ദേഹത്തിന് അത് കഴിയുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുപാട് പേർ എല്ലാവരെയും ഒരൊറ്റ കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് അതിലെ സ്റ്റാഫ് അംഗങ്ങൾ മുഴുവൻ ഒന്നിച്ച് പ്രയത്നിച്ചതിൻ്റെ ഫലമായി ഇന്ന് PK ദാസ് മെഡിക്കൽ കോളേജും അതുപോലെ PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും അതുപോലെ തന്നെ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏറ്റവും നല്ല കോളേജുകളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും ഒരുപാട് പുരസ്കാരങ്ങൾ PK ദാസിനും കൃഷ്ണകുമാറിനും എല്ലാം എത്തിച്ചേർന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹാദരങ്ങൾ വാങ്ങിക്കുന്നതിന്, കേരളത്തിൻ്റെ മുഴുവൻ സ്നേഹാദരങ്ങളും വാങ്ങിക്കുന്നതിന് കൃഷ്ണദാസിനും PK ദാസിൻ്റെ സാരഥികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് പറയുന്നത്. എന്നാൽ അതിനേറെയെല്ലാം ഏറ്റവും അഭിമാനത്തോടു കൂടി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഇന്ന് കേരളത്തിൽ നിന്നും മാറി, ഇന്ത്യയിൽ നിന്നും മാറി അദ്ദേഹത്തിന് ഒരുപാട്, ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയെങ്കിൽ ഇന്ന് കേരളത്തിന് പുറത്തേക്ക്, ഇന്ത്യയുടെ പുറത്തേക്ക് മൊറീഷ്യസ് ഗവൺമെൻറ്റിൻ്റെ ട്രേഡ് കമ്മീഷണറായി ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കത്തക്ക വിധത്തിൽ ഒറ്റപ്പാലത്തിനും ഷൊർണൂരിനും പട്ടാമ്പിക്കും വാണിയംകുളത്തിനുമെല്ലാം അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഓണറിങ് ലഭിച്ചത് നമ്മുടെ കൃഷ്ണദാസിനാണ്. അതാണ് ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. ചെറിയ ഒരു അച്ചീവ്മെൻ്റ് അല്ല.
ഇന്ത്യ ഗവൺമെൻറ്റും മൊറീഷ്യസ് ഗവൺമെൻറ്റുമായുള്ള ട്രേഡ് കമ്മീഷണറായി നമ്മളിൽ ഒരാൾ, നമ്മുടെ കൃഷ്ണദാസ് മാറി എന്നത് വളരെ കോരിത്തരിപ്പോടു കൂടി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഷൊർണൂർ റോട്ടറി ക്ലബിൻ്റെ ഒരു കുടുംബ സംഗമത്തിൽ വെച്ച് ഞങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ഞങ്ങൾ ഷൊർണൂർ റോട്ടറി ക്ലബിൻ്റെ അംഗമാണ് അദ്ദേഹം. അതിനുശേഷം ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബും അതുപോലെ തന്നെ പട്ടാമ്പി റോട്ടറി ക്ലബ്ബും നമ്മുടെ സമീപത്തുള്ള മുഴുവൻ റോട്ടറി ക്ലബ്ബിലെ അംഗങ്ങളും അതുപോലെ തന്നെ ജൂനിയർ ചേംബറിലെ വക്താക്കളും നമ്മുടെ ഈ സമീപ പ്രദേശത്തുള്ള ഒരുപാട് സംഘടനകളുമെല്ലാം അദ്ദേഹത്തെ ആദരിക്കുന്നതിനും സ്നേഹം പങ്കിടുന്നതിനും വേണ്ട രീതിയിലുള്ള ഒരു വേദി വേണം. അതിന് നിരന്തരമായി ക്ഷണിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത്തരം ആദരങ്ങളൊന്നും എനിക്ക് ദയവ് ചെയ്ത് വേണ്ട, നൽകരുത്, എന്നെ കൂടുതൽ ഇനിയും ബുദ്ധിമുട്ടിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഷൊർണൂർ റോട്ടറി ക്ലബിൻ്റെയും ജൂനിയർ ചേംബറിൻ്റെയും ഒറ്റപ്പാലം റോട്ടറി ക്ലബിൻ്റെയും അതുപോലെ തന്നെ പട്ടാമ്പി റോട്ടറി ക്ലബിൻ്റെയും ബാക്കിയുള്ള സാമൂഹിക സംഘടനകളുടെയും ഷൊർണൂരിലെയും സമീപ പ്രദേശത്തുമുള്ള ലയൺസ് ക്ലബ്ബുകളുടെയും എല്ലാം സംയുക്താഭിമുഖ്യത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ ചെന്ന് കണ്ടു. തീർച്ചയായും ഞങ്ങൾക്ക് താങ്കളെ ആദരിക്കണം, ഞങ്ങളുടെ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കുന്നതിന് താങ്കൾ കൂടി ഇങ്ങോട്ടൊന്ന് വരണമെന്ന് ഞങ്ങളുടെ നിർബന്ധ ബുദ്ധിയുടെ ഫലമായാണ് ഇന്ന് നമുക്ക് ഇത്രയും അഭിമാനകരമായ ഒരു നിമിഷം ഇവിടെ ഉണ്ടായത്. ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും വളരെയധികം അഭിമാനമുള്ള ഒരു നിമിഷമാണ്. കേരളത്തിലെ ഒരാൾ ഇന്ത്യയെ തന്നെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ട്രേഡ് കമ്മീഷണറായി മാറുമ്പോൾ, അത് നമ്മളിലൊരാൾ മാറുമ്പോൾ, അത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഏറ്റവും നല്ല ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ ടീമും മാറുമ്പോൾ നമുക്കിനിയും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇനി കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ എത്തിച്ചേരുന്ന വിധത്തിൽ മാറട്ടെ എന്ന് ഇവിടെ ചേർന്നിട്ടുള്ള മുഴുവൻ പേർക്കും വേണ്ടി ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്, ആത്മാർത്ഥതയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്.